കേരളത്തിൽ കോൺഗ്രസ് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാനുള്ള ഹൈക്കമാൻഡ് നീക്കങ്ങൾ പാളുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാതിരുന്നതിൽ കടുത്ത അതൃപ്തിയുള്ള ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശനും ഹൈക്കമാൻഡ് പ്രതിനിധി ദീപാദാസ് മുൻഷിയും നേരിട്ടെത്തി ചർച്ച നടത്തിയെങ്കിലും സമവായമായില്ല. തന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ മന്ത്രിസഭയിലേക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ചെന്നിത്തല. മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും തഴഞ്ഞതിനു പിന്നാലെ പുതിയ മന്ത്രിസഭയിൽ അർഹമായ പരിഗണന വേണമെന്ന ആവശ്യവുമായി രമേശ് ചെന്നിത്തല രംഗത്തെത്തിയതോടെ കോൺഗ്രസിൽ അനിശ്ചിതത്വം പുകയുകയാണ്. തനിക്ക് ആഭ്യന്തര വകുപ്പ് നൽകണമെന്നും തന്നോടൊപ്പമുള്ള നേതാക്കളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്നുമാണ് രമേശ് ചെന്നിത്തലയുടെ പ്രധാന ആവശ്യം. എന്നാൽ ഈ ആവശ്യങ്ങളിൽ ഹൈക്കമാൻഡിന് ഇതുവരെ അനുകൂല നിലപാടിലെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതോടെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചെങ്കിലും ചെന്നിത്തല മന്ത്രിസഭയിലുണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. അതിനിടെ അനുനയ നീക്കങ്ങളുമായി നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ രമേശ് ചെന്നിത്തലയെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി സന്ദർശിച്ചെങ്കിലും ചർച്ചകൾ ഫലം കണ്ടില്ല. പത്രപ്രവർത്തകരോട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല. എല്ലാ കാര്യങ്ങളും രാവിലെ ഗുരുവായൂരിൽ വെച്ച് മാധ്യമ പ്രവർത്തകരോട് ഞാൻ പങ്കുവച്ചതാണ്. അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഇതിനു പിന്നാലെയാണ് ഹൈക്കമാൻഡ് പ്രതിനിധിയായ ദീപാദാസ് മുൻഷി നേരിട്ടെത്തി ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ചെന്നിത്തല മന്ത്രിസഭയിലുണ്ടാകുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തോട് ചോദിക്കുമെന്നായിരുന്നു ദീപാദാസ് മുൻഷിയുടെ മറുപടി. Ramesh is standing, he will tell whatever he wants to do. ഇതിനിടയിൽ ചെന്നിത്തല വിഭാഗക്കാരായ എം.എൽ.എമാർ വി.ഡി. സതീശനുമായി ചർച്ചകൾ നടത്തിയിരുന്നു. അനുനയ ശ്രമങ്ങൾ ഫലം കാണുന്നുണ്ടെന്ന ജ്യോതികുമാർ ചാമക്കാലയും അൻവർ സാദത്തും പ്രതികരിച്ചെങ്കിലും ചെന്നിത്തല ഇപ്പോഴും കടുത്ത അതൃപ്തിയിൽ തുടരുകയാണ്. തന്റെ ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കും വരെ നിലപാടിൽ മാറ്റമില്ലെന്നും അല്ലാത്തപക്ഷം മന്ത്രിസഭയിലേക്കില്ലെന്നുമാണ് ചെന്നിത്തലയുടെ നിലപാട്. പ്രശ്നപരിഹാരത്തിന് ഇനി എന്ത് ഫോർമുല പ്രയോഗിക്കുമെന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് നേരിടുന്ന പ്രധാന വെല്ലുവിളി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.